എന്താണ് എഴുതുക എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് ലിഖിത ഭാഷയും സംസാര ഭാഷയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വ്യത്യസ്ത തരം എഴുത്തുകളെക്കുറിച്ച്, വ്യത്യസ്ത രീതിയിലുള്ള എഴുത്തുകളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ? എഴുത്തിനോടുള്ള നമ്മുടെ സമീപനവും നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങളും വാക്കുകളും അതിനെ നമ്മൾ ക്രമീകരിക്കുന്ന രീതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് എഴുത്തിനെ നമുക്ക് വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കാം. അങ്ങനെ തരംതിരിക്കുമ്പോൾ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്. വസ്തുനിഷ്ഠമായി ഉള്ള എഴുത്ത്. You can see it's a type of writing in which a writer writes each and everything in an objective manner. ഇപ്പോൾ സബ്ജക്റ്റിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് സബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഒരു വീക്ഷണ കോണിലൂടെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അല്ലാതെ വസ്തുനിഷ്ഠമായിട്ടല്ല. നേരെ മറിച്ച് ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് അതിനെക്കുറിച്ചുള്ള ഒരു പൊതുവേ ഉള്ള തെളിയിക്കപ്പെട്ട മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മളതിനെ നോക്കിക്കാണുന്നുണ്ട് എങ്കിലാണ് അത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എന്ന് പറയും. അപ്പം നിങ്ങളൊരു വിഷയം എഴുതാണ്. ആ വിഷയം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ കാഴ്ചപ്പാടുകളോ കൂടിക്കലരാതെ അതുമായി ബന്ധപ്പെട്ട ആധികാരിക തെളിവുകളും ആധികാരികമായ വിവരങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി എഴുതുമ്പോഴാണ് അത്തരമൊരു എഴുത്ത് രീതി എക്സ്പോസിറ്ററി റൈറ്റിംഗ് അഥവാ വസ്തുനിഷ്ഠമായ ലിഖിത രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരം ഒരു എഴുത്ത് രീതിയിൽ ഒരിക്കലും ഇംഗ്ലീഷിൽ ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എന്ന വാക്കുകളൊന്നും ഒരിക്കലും എന്തെയില്ല വരില്ല. വളരെ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് അല്ലെങ്കിൽ യുക്തിസഹജമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ എഴുതുന്ന രീതിയാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഒന്ന്, പാഠപുസ്തകം എഴുതുന്ന ആ ഒരു പാഠപുസ്തകം എഴുതുക എന്ന ഒരു പ്രവർത്തനം. പാഠപുസ്തകത്തിൽ ഒരിക്കലും നമ്മുടെ അഭിപ്രായം ഒന്നും കടന്നു വരില്ല. നമ്മൾ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള, അതിനെക്കുറിച്ച് ആധികാരികമായി നിലവിലുള്ള സിദ്ധാന്തങ്ങളും തിയറികളൊക്കെ ചേർത്തുകൊണ്ടാണ് എപ്പോഴും എന്തെഴുതുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുന്നത്. അതുപോലെ തന്നെ ഹൗ ടു ആർട്ടിക്കിൾസ്, എങ്ങനെ ഒരു കാര്യം ചെയ്യാം, എങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായി എങ്ങനെ ചായ ഉണ്ടാക്കാം എന്ന് പറയുന്നിടത്ത് അവിടെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നു, ഇത്ര സമയം തിളപ്പിക്കുന്നു, അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇടുന്നു, പഞ്ചസാര ചേർക്കുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ആർട്ടിക്കിൾ. അതുപോലെ ഇപ്പോൾ എങ്ങനെ സൈക്കിൾ ഓടിക്കാം, എങ്ങനെ കാർ ഓടിക്കാം എന്നൊക്കെ പറയുന്ന ഹൗ ടു ആർട്ടിക്കിൾസ്. അവിടെ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യപ്പെടേണ്ടത്, എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് എഴുതുന്നത്. അവിടെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ടാണ് എഴുതുന്നത്. അതും എക്സ്പോസിറ്ററി റൈറ്റിങ്ങിനുള്ള ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ റെസിപ്സി എന്ന് പറയുന്നത് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന റെസിപ്പുകൾ, അതിൽ
ഇതുപോലെ തന്നെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ എഴുതുക. വാർത്തകൾ വാർത്തകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിലുള്ള ഈ എഡിറ്റോറിയൽസ് ഒക്കെ ഇതിൽ പെടില്ല. സാധാരണ വാർത്തകൾ. ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് ആ കാറിന്റെ കിടപ്പ് കണ്ടിട്ട് ആ കാറിന്റെ കിടപ്പ് കണ്ടാൽ തന്നെ അറിയാം അത് ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു എന്നൊന്നല്ല നമ്മൾ എഴുതാം. നമ്മളത് നേരിട്ട് കണ്ടിട്ടുള്ള ഐ വിറ്റ്നസ്സുകളെ ദൃക്സാക്ഷികളുമായി സംസാരിക്കും. എന്നിട്ട് അവർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് എന്ത് എഴുതുക, വാർത്ത എഴുതുക. അത് അവിടെ നമ്മുടെ ഒരു താല്പര്യമോ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അവിടെ വരരുത്. ശരിക്കും ഈ നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ വരുമ്പോൾ എല്ലാ സമയത്തും ന്യൂസ് സ്റ്റോറീസ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആകുന്നില്ല. കാരണം ഇപ്പം ചില രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അവരവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, വാർത്തകളെ വളച്ചൊടിക്കും. സ്വാഭാവികമായും അത് എക്സ്പോസിറ്ററി റൈറ്റിംഗ് അല്ല. അങ്ങനെയും സംഭവിക്കാം. യെസ്. അപ്പൊ ഇത് ശരിക്കും ഈ കാലത്ത് ഇങ്ങനെ സംഭവിക്കും. മീഡിയ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആക്ടിവിസം എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, നമ്മളിപ്പോൾ ഒരു പ്രത്യേക സംഘടനയുടെ ആക്ടിവിസ്റ്റ് ആകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും, നമ്മൾ ആ സംഘടനയ്ക്ക് വേണ്ടിയായിരിക്കും എപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നാൽ മീഡിയ പേഴ്സൺസിന് അഥവാ പത്രക്കാർക്ക്, മാധ്യമക്കാർക്ക് അങ്ങനെ ഉണ്ടാകരുത്. അവരിപ്പോൾ നിഷ്പക്ഷരായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ് മീഡിയ ആക്ടിവിസം. അഥവാ പത്രക്കാരും എന്ത് ചെയ്യാണ്, ചില പ്രത്യേക താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകളെ വ്യാഖ്യാനിക്കുകയും എഴുതുകയും ചെയ്യുന്നു ഈ കാലത്ത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വാർത്തകൾ എക്സ്പോസിറ്ററി റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകനോ പത്രപ്രവർത്തകർക്ക് ആയി മാറുകയാണെങ്കിൽ ഒരിക്കലും വാർത്ത എഴുതുമ്പോൾ നിങ്ങളുടെ ഊഹാപോഹങ്ങളോ ഒന്നും അതിൽ കടന്നു. വാർത്ത എഴുതുമ്പോൾ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, വാർത്ത എഴുതേണ്ടത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എഴുത്ത്, അതുപോലെ സാങ്കേതിക വിദ്യകളുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകൾ, അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നത്, ശാസ്ത്രീയമായ തിയറികൾ എഴുതുന്ന അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പോസിറ്ററി റൈറ്റിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണ്. രണ്ടാമൊരു തരം റൈറ്റിംഗ് ആണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. വിവരണം എന്ന് പറയും. ഇവിടെ എന്താണ് ഈ റൈറ്റിംഗ് എന്ന് നോക്കാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇൻ വിച്ച് എ റൈറ്റർ ട്രൈസ് ടു ഡെപിക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ഈവൻ എക്സെപ്റ്റ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകതകളും മറ്റും ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു പ്രദേശത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ഞാൻ മാതമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. യാത്രക്കടുത്തുള്ള ഒരു കൊച്ചു പട്ടണമാണെങ്കിലും ഗ്രാമീണതയുടെ എല്ലാ സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു പ്രദേശമാണ് മാതമംഗലം. അവിടെ മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മനോഹരമായൊരു നദിയുണ്ട്. എൻ്റെ വീട്ടിനടുത്ത് ചെറിയൊരു തോടുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച്, അദ്ദേഹം കറുത്തിട്ടാണെങ്കിലും കാണാൻ നല്ല ആകർഷണീയതയുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നത് ഒരാളെ, അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ. ഇന്നലത്തെ ആ കോൺഫറൻസ് തികച്ചും ഉപകാരപ്രദമായിരുന്നു എന്നൊക്കെ ആ ഒരു രീതിയിൽ ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചൊക്കെ അവരുടെ പ്രത്യേകതകൾ അതിങ്ങനെ ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അഥവാ വിവരണ എഴുത്ത് എന്ന്
എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ കഥകളും ഒക്കെ എഴുതണമെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത്തരം ഒരു കഴിവുണ്ടാണ്. ഇപ്പോൾ ട്രാവലോഗ് എഴുതണമെന്നൊക്കെ ഇത്തരം ഒരു കഴിവുണ്ടാണ്. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ ഈ ഒരു എഴുത്ത് രീതി കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അവരുടെ എഴുത്ത് നിപുണി വികസിപ്പിക്കണമെങ്കിൽ ഇത്തരമൊരു എഴുത്ത് രീതി പരിശീലിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാൻ സാധിക്കുന്നത് പോയട്രി. കാരണം പോയട്രിയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു വ്യക്തിയെ വിവരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വിവരിക്കുന്നതായിരിക്കും, പ്രകൃതിയെ വിവരിക്കുന്നതായിരിക്കും, അല്ലേ? അങ്ങനെയാണ് പോയട്രിയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. പിന്നെ ജേണൽ ഓ ഡയറി റൈറ്റിംഗ്. ഇപ്പം നമ്മൾ ജേണലിലൊക്കെ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ പല കാര്യങ്ങളും വിവരിക്കും. അത് മാത്രമല്ല ഡയറി റൈറ്റിംഗ്. നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് അവിടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ വിശദീകരിക്കണം, അല്ലേ? നമ്മൾ കാണുന്ന ആളുകളെ വിശദീകരിക്കുന്നു, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വിവരിക്കുന്നു, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. പിന്നെയാണ് നേച്ചർ റൈറ്റിംഗ്, പ്രകൃതിയെക്കുറിച്ച്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് പീസ് എന്ന് പറയുന്നത്, പ്രകൃതിയെക്കുറിച്ചുള്ള എഴുത്ത്. ചില കവികളൊക്കെ അവരുടെ കവിതകൾ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ മികച്ചതാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ വേർഡ്സ് വർത്തിൻ്റെ കവിതകളൊക്കെ പലപ്പോഴും പ്രകൃതിയുടെ മനോഹാരിത ചിത്രീകരിക്കുന്ന കവിതകളാണ്. പിന്നെ ഈ നോവലുകളിലുള്ള ചില സ്ഥലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന, ചില വ്യക്തികളെക്കുറിച്ച് വിവരിക്കുന്ന പാസേജുകൾ, ഇതും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അടുത്തത് പെർസുവേസീവ് റൈറ്റിംഗ്. കാണുമ്പോൾ തന്നെ അത് പെർസുവേസീവ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ എന്നൊരു ഒരു വാക്ക്. ഇത് നമ്മുടെ എക്സ്പോസിറ്ററി റൈറ്റിങ്ങിൻ്റെ, വസ്തുനിഷ്ഠമായിട്ടുള്ള എഴുത്തിൻ്റെ നേര വിപരീത ദിശയിൽ വരുന്നതാണ്. It's a type of writing in which a writer writes on some topics by including his own views and speculations so that to bring other people to his point of view. ഒരു എഴുത്തുകാരൻ ചില വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകളും തൻ്റെ സിദ്ധാന്തങ്ങളും തൻ്റെ അഭിപ്രായങ്ങളൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് എഴുതുക വഴി മറ്റുള്ളവരെ കൂടി തൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ് എന്ത്? പെർസുവേസീവ് റൈറ്റിംഗ്. വ്യക്തിനിഷ്ഠമായ എഴുത്ത്. നേരത്തെ വസ്തുനിഷ്ഠമായ എഴുത്താണ്. ഇവിടെ ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ പറയും, അല്ലേ? നമ്മളൊരു കാര്യത്തെ നമ്മുടേതായ വീക്ഷണകോണിലൂടെ നോക്കിക്കാണാം. ഒരു സംഭവത്തെ, ഒരു രാഷ്ട്രീയ സംഭവത്തെ, അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഭവത്തെ നമ്മളൊരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണുന്നു, ഒരു പ്രത്യേക രീതിയിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു അവതരണ രീതിയിൽ ആകൃഷ്ടരായി നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് വരുന്നു. അപ്പോൾ മറ്റുള്ളവരെ കൂടി നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്നു. ഇതിനെയാണ് പെർസുവേസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പെർസുവേസീവ് റൈറ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ന്യൂസ് പീസുകൾ, വാർത്തകൾ എക്സ്പോസിറ്ററി റൈറ്റിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും ഈ പത്രങ്ങളിൽ വരുന്ന എഡിറ്റോറിയലുകൾ അതെപ്പോഴും പെർസുവേസീവ് റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം എഡിറ്റർമാർ എപ്പോഴും
സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലെപ്പോഴും വ്യക്തി താല്പര്യങ്ങൾ വരാം, സംഘടനാ താല്പര്യങ്ങൾ വരാം, പത്രത്തിൻ്റെ താല്പര്യങ്ങൾ വരാം. ഇപ്പോൾ ഒരേ വിഷയത്തെ തന്നെ 2-3 പത്രങ്ങളിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റർമാർ വ്യത്യസ്ത രീതിയിലായിരിക്കും അതിനെന്ത് ചെയ്യുന്നത് നോക്കിക്കാണുന്നത്. അതുപോലെ ചില ആളുകളുടെ ഈ അഭിപ്രായം എന്ന രീതിയിലുള്ള പേജുകൾ കാണാം. ഇപ്പം ചില പേപ്പറുകളിൽ ഈ ഫ്രീലാൻസർമാരൊക്കെ എഴുതുന്നത് നിങ്ങൾ കാണാം. ഇപ്പം പ്രശസ്തരായ വ്യക്തികൾ ചില പത്രങ്ങളിൽ എഴുതുന്നത് കാണാം. അപ്പോൾ അവരെഴുതുന്ന സമയത്ത് എപ്പോഴും എങ്ങനെയാണ് എഴുതുന്നത്? നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ, നിലവിലുള്ള സാമൂഹിക സാഹചര്യത്തെ, നിലവിൽ നടക്കുന്ന സംഭവങ്ങളെ അവരുടേതായ രീതിയിൽ നോക്കിക്കാണുന്ന എഴുത്തുകളാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് അഡ്വർടൈസ്മെന്റ്സ്, പരസ്യങ്ങൾ. പരസ്യങ്ങളിൽ വ്യക്തി താല്പര്യം മാത്രമാണ് അല്ലെ. പരസ്യം എന്ന് പറയുന്നത് ഒരിക്കലും വസ്തുനിഷ്ഠമല്ല. ഇപ്പൊ സിനിമാ നടന്മാരെ കൊണ്ടും അതുപോലെ തന്നെ കായിക താരങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില വാചകങ്ങൾ പറയിച്ചിട്ട് പരസ്യം ഉണ്ടാക്കുന്നത്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചില പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആളുകൾ അവരുടേതായ രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ആണ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ പുസ്തകങ്ങളുടെ റിവ്യൂസ്, ബുക്ക് റിവ്യൂ, മ്യൂസിക് റിവ്യൂ, മൂവി റിവ്യൂ അല്ലെ, ഈ ഫിലിം റിവ്യൂ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. സാധാരണ ഈ പുസ്തകങ്ങളെ വിശകലനം ചെയ്യുക, അതുപോലെ തന്നെ സിനിമകളെ റിവ്യൂ ചെയ്യുക, അതുപോലെ റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ ഹോട്ടലിനെ കുറിച്ചുള്ള റിവ്യൂ, ഇതൊക്കെ എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളാണ് അവിടെ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരാളെ ഒരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ ആ കമ്പനി മാനേജർക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുക. അവിടെ വരുന്നത് മുഴുവൻ എഴുതുന്ന ആളുടെ അഭിപ്രായങ്ങളാണ്. ലെറ്റർ ഓഫ് കംപ്ലൈൻറ്റ്, ഇപ്പോൾ നമ്മൾ ഈ പരാതികൾ എഴുതുമ്പോൾ സ്വാഭാവികമായും എഴുതുന്ന ആൾക്ക് അത് പരാതിയായിരിക്കും, മറ്റൊരാൾക്ക് അത് പരാതി, അവിടെ ഒരു പരാതി ഉണ്ടാകണമെന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ടീച്ചിങ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവരും കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ നിലവിലുള്ള വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് പോലെ ആയതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു ബാച്ച് 2020-22 ബാച്ച്, 2019-21 ബാച്ച്, അവരുടെ ടീച്ചിങ് പ്രാക്ടീസ് തീരുമാനിക്കപ്പെട്ടത് 2021 ജൂണിൽ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കോഴ്സ് കഴിയേണ്ടത് 2021 മാർച്ച് 31 അവർക്കൊരു ഇയർ നഷ്ടപ്പെടുന്നത് പോലെയാകും. ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് സ്കൂളിലേക്ക് ആ സമയത്ത് മാത്രമേ പോകാനും സാധിക്കൂ എന്ന ഒരു കാഴ്ചപ്പാട്. അന്നേരം അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് സ്കൂളിൽ ക്ലാസ്സുകളൊന്നും തുടങ്ങിയില്ല. അങ്ങനെ ആ ബാച്ചിലുള്ള കുറച്ച് കുട്ടികൾ വൈസ് ചാൻസലർക്ക് ഇമെയിൽ അയച്ചു, ഞങ്ങളുടെ കോഴ്സ് മാർച്ച് 31 തന്നെ തീർത്തു തരണം, അതുകൊണ്ട് ഓൺലൈനായിട്ടോ ഒക്കെ ടീച്ചിങ് പ്രാക്ടീസ് നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി അവർ കൊടുത്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ളത് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതിന് പകരം BEd സ്റ്റുഡൻസ് അവരുടെ തന്നെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സ്കൂൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ നടത്താം. അതുപോലെ അതിൻ്റെ കൂടെ അവർ 30ഓളം വീഡിയോ ലെസൺസ് ക്രിയേറ്റ് ചെയ്യണം, അതും സൃഷ്ടിക്കണം എന്നൊരു കാര്യം. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായ നമ്മുടെ പ്രിൻസിപ്പാളിനെ ചില കുട്ടികൾ വന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ഒരുക്കി തരണം. വൈസ് ചാൻസലർക്ക് ഇമെയിൽ അയച്ചത് കുറച്ച് പേർ മാത്രമാണ്, ഭൂരിഭാഗം ആൾക്കാരും അതിനോട് താല്പര്യമില്ലാത്തവരാണ്. പരാതി പോകുമ്പോൾ എപ്പോഴും എന്താണ്, പരാതി എഴുതുന്നവർ അവരുടേതായ രീതിയിലൊരു കാര്യത്തെ നോക്കി കാണുന്നതുകൊണ്ടാണ് അത് പരാതിയായി മാറുന്നത്. മറ്റുള്ളവർക്ക് അത് പരാതിയാകണം എന്നില്ല.
ഇപ്പോൾ ഒരു എക്സാം മാറ്റാൻ പറയുമ്പോൾ ചിലർ എക്സാം മാറ്റാൻ വേണ്ടി പരാതി കൊടുക്കും. എന്നാൽ ആ സമയമാകുമ്പോഴേക്കും ഒക്കെ പഠിച്ച കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം എക്സാം മാറ്റാതിരിക്കണം, എക്സാം എത്രയും പെട്ടെന്ന് നടക്കണം എന്നായിരിക്കും മാത്രം. അപ്പോൾ ലെറ്റർ ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർസ്യൂസീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ കവർ ലെറ്റേഴ്സ്, ഇപ്പം നമ്മൾ പല സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കവർ ലെറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലെറ്റർ പ്രിൻസിപ്പാൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ ഒരു കവർ ലെറ്റർ കൂടി വെക്കും. ആ കവർ ലെറ്റർ എന്ന് പറയുന്നതും എപ്പോഴും എന്തായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് പെർസ്യൂസീവ് റൈറ്റിങ്ങിൻ്റെ, വ്യക്തിനിഷ്ഠമായ എഴുത്തിൻ്റെ ഉദാഹരണങ്ങൾ. മറ്റൊരു എഴുത്ത് രീതിയാണ്, ലിഖിത രീതിയാണ് നറേറ്റീവ് റൈറ്റിംഗ്. ഇത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങുമായിട്ട് ബന്ധമുള്ള, അതിനോട് സാമ്യമുള്ളൊരു ലിഖിത രീതിയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇൻ വിച്ച് എ റൈറ്റർ describes a series of events by describing different characters, places, events with dialogues. ഇവിടെ നടക്കുന്നത് വ്യക്തികളെക്കുറിച്ചുള്ള ചിത്രീകരണമാണ്, വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്ഥലങ്ങളെക്കുറിച്ച്, അതുപോലെ സംഭവങ്ങളെക്കുറിച്ച്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു സീരീസ് ആണ്. ഇപ്പോൾ കുറേ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലോട്ട്, സംഭവങ്ങൾ, ഒരു സംഭവത്തിന് ശേഷം അടുത്ത സംഭവം, ഒരു കഥാപാത്രത്തിന് ശേഷം അടുത്ത കഥാപാത്രം എന്ന രീതിയിൽ ഉള്ള ഒരു വിവരണം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോവലൊക്കെ ആണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. ആ കഥാപാത്രങ്ങളെ കുറിച്ച് പറയും, ഒരു സംഭവം കഴിഞ്ഞാൽ അടുത്ത സംഭവം, ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് മാത്രം വിവരിക്കുന്നതിന് പകരം, ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് മാത്രം വിവരിക്കുന്നതിന് പകരം, ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് മാത്രം പറയുന്നതിന് പകരം ഒരു ആർട്ടിക്കിളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കഥയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ലിഖിത രൂപത്തിലുള്ള ഒരു കാര്യത്തിൽ തന്നെ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ, ഒരു കൂട്ടം സംഭവങ്ങളെക്കുറിച്ചോ, ഒരു കൂട്ടം സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ ക്രോണോളജിക്കലായിട്ട്, വളരെ വ്യവസ്ഥാപിതമായിട്ട് വിശദീകരിക്കുമ്പോൾ അതിനാണ് നമ്മൾ നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ നറേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്, ഇതിനെ നമ്മൾ നറേറ്ററി എന്നും പറയാറുണ്ട് സാധാരണ. നോവലുകൾ, ചെറുകഥകൾ, അല്ല, ഇപ്പോൾ നോവലൊക്കെ ആണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും, ഒരുപാട് സംഭവങ്ങളുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും, ഒന്നൊന്നിനോട് ചേർന്നതായിരിക്കും ആ സംഭവങ്ങൾ, വ്യക്തികൾ. നോവലുകൾ, ചെറുകഥകൾ, നോവല്ലാസ്, ഈ നോവലുകളുടെ ചെറിയ രൂപത്തിലാണ് നോവലുകൾ. പിന്നെ ചിലപ്പോൾ കവിതകൾ. ഇപ്പം ചൗസറുടെ കാൻറ്റംബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ഒരുപാട് ആളുകളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ആ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് വിവരിക്കുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു, അവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അപ്പം ചില പോയറ്റുകൾ നെറേറ്റീവ് പോയംസ് എന്ന് തന്നെയാണ് അതിനെ സാധാരണ വിളിക്കാറുള്ളത്, ചൗസറുടെ കാൻറ്റംബറി ടെയിൽസ് പോലെ. പിന്നെ ഓട്ടോബയോഗ്രഫീസോ അല്ലെങ്കിൽ ബയോഗ്രഫീസ്, ആത്മകഥകൾ, പിന്നെ ജീവിത കഥകൾ. നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതകഥ എഴുതുമ്പോൾ അതിനാണ് നമ്മൾ ബയോഗ്രഫീസ് എന്ന്. അവിടെയൊക്കെ എന്തുണ്ടാവും, ഒരു വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ കടന്നു വരും. പിന്നെ നമ്മൾ മറ്റൊരു രൂപത്തിൽ കാണുമ്പോൾ രണ്ട് രീതിയിലുള്ള എഴുത്ത് രീതികൾ കാണാം. ഒന്ന് ഫിക്ഷണൽ റൈറ്റിംഗ്, മറ്റൊന്ന് നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്. ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ നോവലുകളൊക്കെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് വിച്ച് എ റൈറ്റർ റൈറ്റ് സംതിങ് വിച്ച് ഹി ഹാസ് ബിൽറ്റ് ഔട്ട് ഓഫ് ഹിസ് ഇമാജിനേഷൻ. ഭാവനാത്മകമായ എഴുത്ത്. ഇവിടെ നിങ്ങളൊരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചല്ല എഴുതുന്നത്, നിങ്ങളുടെ ഭാവനയിൽ വിരിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പൊലിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് എഴുതുന്ന ആ ഒരു എഴുത്ത് രീതിയാണിത് ഫിക്ഷണൽ റൈറ്റിംഗ്.
യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാകാം, സാധ്യതയില്ലാത്തതാകാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കാണാം, ഭാവന ഉപയോഗിച്ചെഴുതുക. ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചല്ല നിങ്ങൾ വിശദീകരിക്കുക. ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് പോലും അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ഭാവന ഉപയോഗിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എഴുതുമ്പോഴും അതും എന്താകാം, ഫിക്ഷണൽ റൈറ്റിംഗ് ആയി മാറാം. ഫിക്ഷണൽ റൈറ്റിങ്ങിനുള്ള ഉദാഹരണമാണ് നോവലുകൾ, ചെറുകഥകൾ, നോവലുകൾ, അതുപോലെ തന്നെ കവിതകൾ. ഇതൊക്കെ പലപ്പോഴും എന്താണ്, ഫിക്ഷണൽ റൈറ്റിങ്ങിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഇനി നോൺ ഫിക്ഷണൽ റൈറ്റിങ്ങിൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് വരുന്നത്. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശരിയായ വസ്തുതകളും അതുപോലെ തന്നെ വാദഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതാണ്. യഥാർത്ഥ ജീവിതത്തിലുള്ളതാണ്. ഒരു ഭാവന ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന കാര്യമല്ല എഴുതുന്നത്. അത്തരം എഴുത്തിനെയാണ് നോൺ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ലേഖനങ്ങൾ, നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഈ വാരികളിലൊക്കെ കാണുന്ന ലേഖനങ്ങൾ, ആർട്ടിക്കിളുകൾ, ഈ വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ട എസ്സേകളും ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ എഡിറ്റോറിയൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക വികാസത്തെക്കുറിച്ചായിരിക്കും വരുന്നത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു ശരിയായ ജീവിതത്തിൽ, ഒരു ദൈനംദിന ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു യഥാർത്ഥ ലോകത്തിൽ നിന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. മറ്റൊരു ലിഖിത രീതിയാണ് ഫ്രീലാൻസ് റൈറ്റിംഗ്. ഇവിടെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇൻ വിച്ച് എ റൈറ്റർ റൈറ്റ്സ് സംതിങ് ഓൺ സെൽഫ് എംപ്ലോയ്ഡ് ബേസിസ്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക പത്രത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക വാരികയുടെയോ ഒന്നും ഭാഗമാകാതെ സ്വയം തൊഴിൽ എന്ന രീതിയിൽ എഴുതുക. ഇപ്പം നമുക്കറിയാം, മാതൃഭൂമി, മനോരമ പത്രങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും അവിടെ ജോലി ചെയ്യാത്ത, അവിടുത്തെ സ്റ്റാഫ് അല്ലാത്ത പ്രശസ്തരായ ആളുകൾ ചില ദിവസങ്ങളിൽ എഴുതുന്നത് കാണാം. അങ്ങനെയുള്ള ഒരു എഴുത്തിനെയാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പത്ര കമ്പനിയുടെയോ പ്രസ്സിൻ്റെയോ ഭാഗമായി മാറാതെ, അവരുടെ സ്റ്റാഫ് അല്ലാതെ, ഓരോ ലേഖനത്തിനും റെമ്യൂണറേഷൻ അഥവാ വേതനം പറ്റുന്ന രീതിയിൽ എഴുതുന്ന എഴുത്ത് രീതിയാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ഫ്രീലാൻസ് റൈറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോസിറ്ററി റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 മണി മുതൽ 4 മണി വരെ ഓഫീസിലിരുന്ന് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് 2-3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം, സമ്പാദിക്കാം. അപ്പോൾ അത്രയുണ്ട് ആളുകൾ. ഇപ്പോൾ ചിലപ്പോൾ ചില ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും, അവർക്ക് അവർ വിൽക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകതകൾ എഴുതുന്ന ആളെ ആവശ്യമായിട്ട് വരും. അങ്ങനെയൊക്കെ freelancer.com എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നിലവിൽ ഓൺലൈൻ ഫ്രീലാൻസ് റൈറ്റിങ്ങിൽ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതുമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ freelancer.com. ഇത് കൂടാതെ ഞാനിവിടെ കൊടുത്തിട്ടില്ല, മറ്റൊരു എഴുത്ത് രീതിയുണ്ട്. അതാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അഥവാ സർഗാത്മക രചനാ വൈഭവം എന്ന് പറയുന്നത്. സർഗാത്മകമായ എഴുത്ത് എന്ന് പറയുന്നത്. എന്താണ് സർഗാത്മകത എന്ന് ആദ്യം അറിയാം. സർഗാത്മകമായ ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് സൈക്കോളജിയിൽ സാധാരണ പറയും. മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുക, ഡൈവേർജന്റ് തിങ്കിങ് ആണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് ഈ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത? ഞാനൊരു ഉദാഹരണം പറയാം. ഈ വ്യക്തിത്വ വികാസ ക്ലാസ് എടുക്കുന്ന ഒരാൾ, ഒരു വ്യക്തി കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓരോ രേഖാഖണ്ഡം വരക്കണമെന്ന് പറഞ്ഞു. ബോർഡിൽ, ബ്ലാക്ക് ബോർഡാണ്, ഓരോ രേഖാഖണ്ഡം വരക്കണം. അദ്ദേഹത്തിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഉപാധി ഉണ്ടായിരുന്നു.
ഓരോരുത്തരും വരയ്ക്കുന്ന രേഖാഖണ്ഡം മറ്റുള്ളവർ വരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ ഓരോ കുട്ടികളും വന്നു, പല രീതിയിലും രേഖാഖണ്ഡങ്ങൾ വരച്ചു. ഒരു കുട്ടി മുന്നോട്ട് വന്ന് ബ്ലാക്ക് ബോർഡിൻ്റെ സെൻറ്റർ മധ്യത്തിൽ സെൻറ്റർ മധ്യത്തിൽ അഥവാ സെൻട്രൽ, നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന, തമാശക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെൻറ്റർ മധ്യത്തിൽ, അഥവാ അതിൻ്റെ ഒത്ത നടുവിൽ ഒരു കുത്ത്, ഒരു ഡോട്ട് മാത്രം വരച്ചു. ജസ്റ്റ് ഒരു കുത്തിട്ടു. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്നോട് രേഖാഖണ്ഡമാണ് വരയ്ക്കാൻ പറഞ്ഞത്. രേഖാഖണ്ഡത്തിന് എപ്പോഴും 2 എൻഡുകൾ ഉണ്ടാവും അല്ലേ? 2 പോയിന്റുകൾ കൂടി ചേരുന്നതാണ് ഒരു രേഖാഖണ്ഡം. ഇതിൽ ഒരു പോയിന്റ് മാത്രമാണല്ലോ ഉള്ളത്. ഇതിൻ്റെ അടുത്ത എൻഡ് എവിടെയാണ്? പാവം പറഞ്ഞു, ഇതിൻ്റെ അടുത്ത എൻഡ് ഈ ബോർഡിൻ്റെ, ബ്ലാക്ക് ബോർഡിൻ്റെ പിറകിലാണ്. ഈ ബോർഡ് ഇങ്ങനെ തുളച്ച് കയറിയിട്ട് ആണ് എൻ്റെ രേഖാഖണ്ഡം പോകുന്നത്. ഇവിടെയാണ് ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് അപ്പുറത്താണ്. ഇതാണ് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യും. ഒരു കാര്യം മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുക. ഇപ്പോൾ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത്, ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോസഫിയെ കുറിച്ച് പറയാറുണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നത്. വിഷൻ ഓഫ് ലൈഫ്, വ്യൂ ഓഫ് ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ ഒരു തരത്തിൽ നമ്മൾ പറയാറുണ്ട് സാധാരണ, എവ്രി വൺ ഹാസ് ഗോട്ട് ഹിസ് ഓൺ ഫിലോസഫി. ഓരോരുത്തർക്കും അവനവൻ്റെ ഫിലോസഫി ഉണ്ട്, അവനവൻ്റെ തത്വമുണ്ട് എന്ന് പറയും. എന്നാൽ നമ്മൾ എല്ലാവരെയും ഫിലോസഫർ എന്ന് വിളിക്കാറുണ്ടോ? തത്വചിന്തകൻ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോൾ പ്ലാറ്റോയെ തത്വചിന്തകൻ എന്ന് വിളിക്കുന്നു, ഫിലോസഫർ എന്ന് വിളിക്കുന്നു. നമ്മൾ റൂസോയെ തത്വചിന്തകൻ എന്ന് വിളിക്കുന്നു, ഫിലോസഫർ എന്ന് വിളിക്കുന്നു. നമ്മൾ ജോൺ ഡുയെ തത്വചിന്തകൻ എന്ന് വിളിക്കുന്നു, നമ്മൾ മഹാത്മാഗാന്ധിയെ തത്വചിന്തകൻ എന്ന് വിളിക്കുന്നു, നമ്മൾ ടാഗോറിനെ ഫിലോസഫർ എന്ന് വിളിക്കുന്നു, നമ്മൾ സ്വാമി വിവേകാനന്ദനെ ഫിലോസഫർ എന്ന് വിളിക്കുന്നു. ഹാത്തിബ് ഒരു ഫിലോസഫറാണെന്ന് ആരും പറയാറില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും അവരവരുടെ ജീവിത കാഴ്ചപ്പാടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ജീവിത കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് നമ്മൾ അത്തരം ആളുകളെ ഫിലോസഫർ എന്ന് വിളിക്കുകയും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യത്തെ ഫിലോസഫി എന്ന് പറയുകയും ചെയ്യുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കത്ത് എഴുതിയിട്ടുണ്ടാവും, ഒരു കവിത എഴുതിയിട്ടുണ്ടാവും, ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഒരു പൊട്ട കവിതയാണെങ്കിൽ പോലും ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഒരു കഥ എഴുതിയിട്ടുണ്ടാവാം. ചിലപ്പോൾ മാഗസിനിലേക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കയ്യെഴുത്ത് മാസികയിലേക്കായിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരെയും എഴുത്തുകാരെന്ന് വിളിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. ആരാണ് നമ്മളെ എഴുത്തുകാരനെന്ന് വിളിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിഷയത്തെ സമീപിക്കുകയും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വാക്കുകളും വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതുന്ന ആളുകളെയാണ് നമ്മൾ എഴുത്തുകാരെന്ന് വിളിക്കുക. ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ മാത്രമാണ് നമ്മൾ എഴുത്തുകാർ എന്ന് വിളിക്കുക. എന്താണ് ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ്? ഒരു വിഷയത്തെ മറ്റുള്ളവർ സമീപിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സമീപിച്ച് മറ്റുള്ളവർ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വാക്കുകളും വാചകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്ത് രീതിയെയാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അഥവാ സർഗാത്മക എഴുത്ത് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് കുട്ടികളിൽ എടുക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. ഇത്രയുമാണ്
വ്യത്യസ്ത രീതിയിലുള്ള എഴുത്തുകളെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.